ഹലോ. ഓവണൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഓവണും ബീറ്ററൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ കേക്ക് ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രം എടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ബട്ടറൊക്കെ വെച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു 2 മെത്തേഡും ചെയ്ത് അവിടെ മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഒരു പാത്രം, ക്ലിയർ ആയിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം, അതായത് 1/2 കപ്പില്ല, 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൂട്ടണം, ഇതിൽ ഒഴിച്ചെടുക്കണം. ആ ടൈം കട്ടയൊക്കെ പിടിക്കും. അപ്പോൾ അത് കുറച്ച് ചൂടായിട്ടാകുമ്പം അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ സോക്ക് ചെയ്ത് വെക്കുന്നത് ഈ ഒരു കാരമലാണ്. നമ്മൾ ഓറഞ്ച് ജ്യൂസൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കളർ അങ്ങോട്ട് ചേഞ്ച് ആവാനും പാടില്ല. അങ്ങനെ ഒരുപാട് കളറായിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ എന്താ പറയുക, രുചി ഇങ്ങനെ കയ്പ്പായിരിക്കും. അതുകൊണ്ടാണ് ഈ പാത്രം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു കളർ മതിയാവും കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അത് കട്ട പിടിച്ച മാതിരിയുണ്ടോ, ചൂടാകുമ്പം അത് ലെവലായിക്കോളൂ കേട്ടോ. ഈ പാത്രം കൊണ്ട് അങ്ങനെ കട്ട പിടിക്കത്തില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയും 2 തരം മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കാഷ്യൂനട്ട് ഇതിൽ ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അത് സോക്ക് ആവേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഇനി ഇതൊരു അരമണിക്കൂറേക്ക് നമുക്ക് മതിയാകും കേട്ടോ. ഒരുപാട് ടൈമൊന്നും ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ല. അപ്പോൾ ഇനി ബാക്കി മെത്തേഡ് നോക്കാം. അതിനായിട്ട് 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയും അതുപോലെ 2 ഗ്രാമ്പും 1 ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഈ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ചാനലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പഞ്ചസാര പൊടിച്ചതിലേക്ക് 2 മുട്ടയും അതുപോലെ ഒരു ടീസ്പൂണോളം വനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ. ഇനിയിലേക്ക് 1/2 കപ്പിൽ കുറവായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവുമേ. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദയും പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇത് നേരിട്ട് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വീഡിയോ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അല്ലേ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. ഞാൻ ഒരു 3 വർഷമായി ഈ കേക്ക് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, പെർഫെക്റ്റ് റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കിട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഓവണൊന്നും വേണ്ട. അതുപോലെ ബീറ്റർ ഇല്ലാത്തവർക്കും റെഡിയാക്കാം. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കുറച്ച് മൈദ അതിൽ ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാഷ്യൂനട്ട് അടിയിൽ എന്താ പറയുക, താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓവനിലല്ലല്ലോ, അപ്പോൾ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാൻ വെച്ചിട്ടുണ്ടേനു കേട്ടോ ഈ ഒരു ടൈം. ഇനി നമ്മൾ കേക്ക് ഏതിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ബേക്കറിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ മേടിച്ചിട്ട് കഴിക്കുന്നത് ആ ഒരു രുചിയിൽ തന്നെയാണ് എനിക്ക് കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. എനിക്കിതൊരു 45 മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു കേക്ക് കുക്ക് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടി കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കി, അപ്പോഴേക്കും ആയിട്ടില്ല. മേൽഭാഗം കുറച്ച് ആവാനുണ്ടായിരുന്നു, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൈം ഒരു 45 മിനിറ്റ് കറക്റ്റായിട്ട് പിന്നെ ആയി. അപ്പോൾ രാത്രിക്ക് മുറിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിത് ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴായിരിക്കും നല്ല കറക്റ്റ് രീതിക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ ഇതിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല കട്ടിയൊക്കെ ഉണ്ട്. നോക്കിയാട്ടെ, നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല കളറും എല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഇനി കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ.
ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും കടയിൽ നിന്ന് എങ്ങനെയാണ് മേടിക്കുന്നത് അതുപോലെ തന്നെ. എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.